ആ വെള്ളത്തിൻ്റെ പവർ അഥവാ ശക്തി മൂലം ഇടുക്കി ഡാം തകരും. ഡാം തമിഴ്നാടിന് വെള്ളം വേണം, കാരണം അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് അത് കേരളത്തിലോട്ട് വരുന്നത് 10,000 രൂപയാണ് ഈ ഡാമിൽ നിന്നും കേരളത്തിന് കിട്ടുന്നത്. വെറും 10,000. ആ സമയത്ത് ജയലളിതയാണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 1000 സംതിങ് ചാക്ക് സിമെൻറ്റിൻ്റെ മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം എന്നത് അത് അത്യാവശ്യമുള്ള കാര്യം തന്നെ. കേരള സർക്കാർ പുതിയ മുല്ലപ്പെരിയാർ ഡാം പണിയണമെന്നാണ് ഇപ്പം പറയുന്ന ആവശ്യം. തമിഴ്നാട് സർക്കാർ പറയുന്നത് 152 അടിയായിട്ട് നമുക്ക് ആലോചിക്കാം, അതിനെപ്പറ്റി പറയാം എന്നാണ് തമിഴ്നാട് സർക്കാർ പറഞ്ഞത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം വെച്ച് പറയുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഒരു ജലബോംബായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ബോംബ് തന്നെയാണ്. അത് കേരളത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് വളരെ ചുരുക്കിയാണ്. ഈയിടെ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഡാം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അത് പണിയാൻ കേരളം ഫുൾ തുകയും എടുത്ത് പണിയാം എന്ന് പുള്ളിക്കാരൻ അറിയിച്ചു തമിഴ്നാടിനെ. അപ്പം തമിഴ്നാട് പറയുന്നത് 154 അടി വെള്ളം ആക്കണം എന്നാണ്. അപ്പം 149 സംതിങ് അടി വെള്ളം ഇപ്പം നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഓരോ ആൾക്കാരും എന്ന് വെച്ചാൽ പെരിയാർ തീരത്ത് തൊട്ടുള്ള ഇങ്ങോട്ട് പെരിയാർ, ചെറുതോണി, തടിയമ്പാട്, കരിമ്പൻ മേഖലയിലുള്ള എല്ലാ ജനങ്ങളും ഭീതിയിൽ തന്നെയാണ് ഇത്രയും അടി ജലത്തിൽ നിൽക്കുമ്പോൾ തന്നെ. ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ തോടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ജലം മഴ പെയ്ത് കഴിയുമ്പോൾ ഈ തോടിൻ്റെ മുകളിൽ വരെ എത്തും. മുകൾ ഭാഗം വരെ ഏകദേശം ഈ മുകൾ ഭാഗം വരെ കവർ ചെയ്ത് എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് സ്ലോയിൽ വന്നിട്ടാണ് ഒരുപാട് വെള്ളം കയറുന്നത്. അതേസമയം ഈ ജലബോംബ് ഒറ്റയടിക്ക് വരുമ്പം ഉണ്ടാകുന്നതും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് അവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻ്റെ ഒരു അറിവെന്ന് വെച്ചാൽ ഞാൻ പല സെർച്ചുകളിൽ കണ്ടെത്തിയ ഒരു കാര്യം അതാണ്. ഏകദേശം 45 സെക്കൻഡ് കൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പെരിയാർ വഴി ചപ്പാത്ത് കടന്ന് ഏകദേശം ചെറുതോണി ഡാമിലെത്തും. 45 സെക്കൻഡ് കൊണ്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ പവർ അഥവാ ശക്തി മൂലം ഇടുക്കി ഡാം തകരും. ഇടുക്കി ഡാമിലേക്ക് ഇത് സംഭരിക്കാനുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കണക്കുകൂടൽ വെറും തെറ്റായ ഒരു ഇതാണ്. കാരണം 125 വർഷം പഴക്കമുള്ള ഡാമിൻ്റെ അകത്ത് വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന ചെളി ഇപ്പോൾ ഓൾറെഡി ഡാമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ജലം അവിടുന്ന് ഒറ്റ പ്രവാഹമായി വന്നു കഴിയുമ്പം പെരിയാർ കൂടി ചപ്പാത്ത് പാലം അടക്കം വെള്ളത്തിലായി ഏകദേശം ഒരു 3 തെങ്ങ് പൊക്കത്തിലാണ് ജലം വരുന്നത്. അത് ഓർക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒറ്റ പൊസിഷൻ എന്ന് വെച്ചാൽ കുറേശ്ശെ ആണെങ്കിൽ ചിലപ്പോൾ ഇടുക്കി ഡാമിൻ്റെ പവർ വെച്ച് സംഭരണ ശേഷി വെച്ച് അതിൽ നിന്നേക്കാം എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. അതിലൊരു ഉത്തരവില്ല. നിന്നേക്കാമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇത് ഒറ്റ ഫകരമായിട്ട് തള്ളലി വരുമ്പം ആ ഡാമും പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള തടിയമ്പാട്, കരിമ്പൻ മേഖലയിലുള്ള ആൾക്കാർ അങ്ങനെ ഏകദേശം എറണാകുളത്തേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എറണാകുളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കം എല്ലാം വെള്ളത്തിനടിയിലാണ്. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ ചെല്ലുമെന്നുള്ളതാണ് നമ്മുടെ ഏകദേശം കണക്കുകൂട്ടൽ. ഇതിനിടയ്ക്ക് വെള്ളമാണ്, ചിലപ്പോൾ വഴി മാറി ഒഴുകിയേക്കാം. എങ്ങോട്ട് വഴി കിടക്കുന്നോ അങ്ങോട്ട് ഒഴുകിയേക്കാം. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള ചില സത്യങ്ങൾ തന്നെയാണ്. കാരണം എവിടെയൊക്കെ ബ്ലോക്ക് വരുന്നോ അവിടെ നിന്നെല്ലാം വെള്ളത്തിൻ്റെ വാങ്ങിനാണ് ഒഴുകുന്നത്. അപ്പം ഇനിയും മരണസംഖ്യ 5 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവൻ പോകുമെന്നുള്ള നഷ്ടക്കണക്കാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഡാം തമിഴ്നാടിന് വെള്ളം വേണം, കാരണം അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് അത് കേരളത്തിലോട്ട് വരുന്നത് അവിടുത്തെ കൃഷികൾ തന്നെയാണ് കൂടുതലും. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ പച്ചക്കറികളൊന്നും ഇല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ജലം കൊടുക്കാനും കേരളം തയ്യാറാണ്. പക്ഷേ ഈ ജലബോംബ് എന്ന് പറയുന്ന ഈ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമടക്കം ഉള്ളത് ഇപ്പം വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അവർ പറയുന്നിടത്ത് ഡാം പണിതുകൊണ്ട് അവരുടെ ഇതിലേക്ക് ചെയ്യാമെന്നും പറഞ്ഞു കൊടുത്തിട്ടും അവിടുത്തെ സർക്കാർ സമ്മതിക്കുന്നില്ല എങ്കിൽ, കാരണം ഏകദേശം മല പ്രദേശത്ത് നമ്മുടെ ഡാം നിൽക്കുന്നതുകൊണ്ടും കൂടുതൽ ഭൂരിഭാഗം ഇതിലേക്ക് വെള്ളം എന്ന് വെച്ചാൽ ഉയരത്തിൽ നിന്നും കൂടുതൽ പവറിലേക്ക് തമിഴ്നാട്ടിലേക്ക് ജലം ചെല്ലുന്നത് അവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നാൽ മാത്രമാണ്. അതവർക്കറിയാം. രണ്ടാമത്തെ കാര്യം, പുതിയ ഡാം പണിത് കഴിഞ്ഞാൽ എല്ലാം പുതിയതാവും. ഇപ്പോൾ ഉള്ള കരാറ് മാറും, കരാറിൻ്റെ വ്യവസ്ഥിതി മാറും, അങ്ങനെ എല്ലാം കൊണ്ടും പുതിയതാവും. ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം 10,000 രൂപയാണ് ഈ ഡാമിൽ നിന്നും കേരളത്തിന് കിട്ടുന്നത്. വെറും 10,000 രൂപ എന്ന് വെച്ചാൽ അവർ കറണ്ട് സഹിതം അവരുടെ കൃഷി ആവശ്യങ്ങൾക്കെല്ലാം ഈ ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പുതിയ കരാർ വന്നു കഴിയുമ്പം ഈ 10,000 എന്നുള്ളത് കോടികളാവും. കോടികൾ കേരളത്തിന് തമിഴ്നാട് നമുക്ക് തരേണ്ടി വരും. കാരണം നമ്മുടെ ജലം ഉപയോഗിക്കുമ്പോൾ പുതിയ കരാറാവും. പഴയ കരാറ് പ്രകാരം 10,000 രൂപയാണ് എന്ന് വെച്ചാൽ അവർ ഒരുപാട് വലിയ ടൺ കണക്കിന് മെഗാവാട്ടിൻ്റെ വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച്. അപ്പോൾ ഇതിനെല്ലാം തടസ്സം വരികയും ഇതെല്ലാം നിശ്ചലമാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് പുതിയ ഡാം അവർ നിർമ്മിക്കാൻ ഉള്ള തടസ്സങ്ങൾ ഉന്നയിക്കുന്നത്. അല്ലാതെ പുതിയ ഡാം അവർക്ക് തന്നെയാണെങ്കിൽ അവർ ഇപ്പോൾ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള മെയിൻ്റനൻസ്. എനിക്ക് തോന്നുന്നത് ജലവകുപ്പ് മന്ത്രി പി ജെ ജോസഫ് എന്ന് വെച്ചാൽ നമ്മുടെ തൊടുപുഴ MLA മുൻ മന്ത്രിയായിരുന്ന ആൾ ജലവിഭവ മന്ത്രിയായിട്ടിരുന്നപ്പോഴാണ് ഇവിടെ എത്ര ശതമാനം ചുണ്ണാമുണ്ട് എന്നറിയാൻ മുല്ലപ്പെരിയാറിൻ്റെ ഭാഗങ്ങൾ JCB ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് ആ സമയത്ത് ജയലളിതയാണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 1000 സംതിങ് ചാക്ക് സിമെൻറ്റിൻ്റെ മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം പിന്നെ മുല്ലപ്പെരിയാറിനെ പറ്റി പറയുന്ന ഒരവസ്ഥ പറയേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത്.
കാരണം അവർക്ക് വെള്ളം കൊടുക്കാൻ കേരളം തയ്യാറാണ്. അപ്പം വിജയ് സർക്കാരും കേരള സർക്കാരും കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി, കാരണം ഇത് രാഷ്ട്രീയമായി വൽക്കരിക്കേണ്ടതല്ല. ഡാമും ജനങ്ങളുടെ ജീവനും ഒരിക്കലും രാഷ്ട്രീയവൽക്കരണമല്ല. കാരണം ഓരോരുത്തർ കയറുമ്പോൾ ഇന്ന ആൾക്കാർ മുല്ലപ്പെരിയാർ പണിയാം എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന പോലെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല ജനങ്ങളുടെ ജീവൻ. കാരണം ജനങ്ങൾ പല ജാതികളിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമാണ്. അപ്പം ജനങ്ങൾക്കുള്ള ഏക ജാതി എന്ന് വെച്ചാൽ ചോരയാണ്, ചുമന്ന നിറം. അപ്പം അത് മനസ്സിലാക്കി, മനുഷ്യത്വം മനസ്സിലാക്കി തമിഴ്നാട് ഇതിനെ അനുകൂലിച്ചൊരു നടപടി എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മുന്നോട്ടിപ്പം മഴ കുറവായതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് കൃത്യമായ ജലനിരപ്പ് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം മഴ വളരെ താമസിച്ചാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് വലിയ ഭീതിക്ക് ആവശ്യമില്ല. പക്ഷേ മുന്നോട്ടുള്ള നാളുകളിൽ ഏതെങ്കിലും നിമിഷത്തിൽ അപ്രതീക്ഷിത പ്രളയം ഉണ്ടായാൽ, എന്ന് വെച്ചാൽ അപ്രതീക്ഷിത പ്രളയം മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ താങ്ങാൻ പറ്റില്ല. കാരണം മേഘവിസ്ഫോടനമൊക്കെ ഇപ്പോൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഏത് നിമിഷം ഏത് കാലാവസ്ഥയാണെന്നോ ഇതാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ പ്രളയം ഉണ്ടാകുമെന്നോ പറയാൻ സാധിക്കുകയില്ല. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഈ ജനങ്ങളുടെ ജീവൻ വെച്ച് ആടാതെ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച്, ഇനിയിപ്പം എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇത് പറഞ്ഞ് 5 വർഷം തയ്ക്കുകയും 10 വർഷം തയ്ക്കുകയും അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഇതൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ജനങ്ങൾ തന്നെ ഇതിലേക്ക് നേരിട്ടിറങ്ങണം. എന്നാലേ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഏകദേശം ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാറ്റിൽ നിന്നും ഡാം അഥവാ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഏകദേശം 10,000-ഓളം ആളാണ് പെരിയാർ ടു ചെറുതോണി വരെ 10,000 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ്. അതിനുശേഷമാണ് അത് ലക്ഷങ്ങളാകുന്നത്. പണ്ട് ഒരു അഭിമുഖത്തിൽ സന്തോഷ് പാണ്ഡിറ്റ് പറഞ്ഞതുപോലെ ഇനി ആകെപ്പാടെ മരിക്കാൻ 999 പേര്, ഒരാളൂടെ മരിച്ചാൽ 1000 പേര്, അല്ലെങ്കിൽ 1,999 പേര്, 1 ലക്ഷം മരിച്ചാൽ 2 പേര്, 2 ലക്ഷമാകും. അങ്ങനെ തികയുമെന്ന് ന്യൂസുകാർ കണക്കെടുക്കാൻ റെഡിയായിട്ട് നിൽക്കുക. കണക്ക് ഓൾറെഡി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വരെയുള്ള ന്യൂസ് ഇപ്പോൾ തന്നെ ന്യൂസുകാരെല്ലാം ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. അത് യാഥാർത്ഥ്യമാകാതിരിക്കണമെങ്കിൽ ജനങ്ങളുടെ തന്നെ പിന്തുണയാണ് വേണ്ടത്. കാരണം ഏകദേശം ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം മുല്ലപ്പെരിയാർ സമരസമിതി നേരത്തെ സമരം നടത്തി, കഞ്ഞി വെച്ചു, അല്ലെങ്കിൽ അവിടെ പട്ടിണി സമരം നടത്തി. ഇപ്പോഴും അതിൻ്റെ പന്തലും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമായ അല്ലെങ്കിൽ അവർ നിർത്തിയ ആളായിരുന്നു ജോയ്സ് ജോർജ്. എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാർ സമരസമിതി അവരുടെ പിന്തുണയോടെ നിർത്തി ജയിപ്പിച്ചു വിട്ട ആളാണ് ജോയ്സ് ജോർജ്. വക്കീൽ ആയിരുന്നു. ആ വക്കീൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. അത് LDFൻ്റെ സീറ്റിൽ നിന്ന് മത്സരിച്ച് MP ആയി പോയ ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ വ്യക്തി വന്നിട്ടും അത്രയും വലിയ ഘോരം കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പം പലയിടത്തും ഘോരമായിട്ട് പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്, അതിനെ ഇങ്ങനെ ബാധിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആ വ്യക്തി പോലും മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി ഒന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയോ ഒന്നും ചെയ്യാൻ ആ വ്യക്തിക്ക് പോലും സാധിച്ചില്ല. ആ വ്യക്തിയും 5 വർഷം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇപ്പോൾ പെൻഷനും കിട്ടുന്നുണ്ട്. പുള്ളിക്കാരന് 5 വർഷം പരിധി പൂർത്തീകരിച്ച് ഇറങ്ങുകയും ചെയ്തു. അല്ലാതെ മുല്ലപ്പെരിയാർ സമരസമിതി ആ വ്യക്തിയെ ജയിപ്പിച്ചു വിട്ടിട്ടും ആ സമരസമിതിക്ക് ഒരു പിന്തുണ അതിന് പോലും, അല്ലെങ്കിൽ ആ വിഷയം പോലും ഒന്ന് ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഇതെടുക്കാനോ ജോയ്സ് ജോർജ് MPക്ക് പോലും സാധിച്ചില്ല. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ കാണാൻ പോലും പറ്റാത്ത നമ്മുടെ MP ആണ് മറ്റേ ഇപ്പം നിലവിലുള്ളത് DN കുര്യാക്കോസ്. ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടപ്പം ഉള്ളതല്ലാതെ പിന്നെ ഈ ഇടുക്കി ജില്ലയിൽ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. ഇതാരെയും നോവിക്കാനോ ഒന്നുമല്ല, കോൺഗ്രസ്സുകാരെ നോവിക്കാനല്ല. സത്യം പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ പുള്ളിക്കാരനെ ഈയിടെ ഞാൻ ന്യൂസിൽ കാണുന്നത്, ഈയിടെ ഡൽഹിയിൽ ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനിടയ്ക്ക് അവിടെ ഇരുന്ന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു അല്ലെങ്കിൽ തല്ലുകൊണ്ടു എന്നും പറഞ്ഞൊരു ന്യൂസാണ് ഞാൻ കാണുന്നത്. എൻ്റെ നാട്ടിലെ MPയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി അവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാർ സൈറനുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും എല്ലാവർക്കും സംശയമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഓരോ അപകടം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ അലേർട്ട് വരുമ്പോഴും കൊടുക്കാനുള്ള സൈറനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയമാണ്. കാരണം മുല്ലപ്പെരിയാർ കെട്ടടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വിജയ് മുല്ലപ്പെരിയാർ വെള്ളം നിറയ്ക്കും 154 അടിയാവും എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് പണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നം കത്തി നിന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ച സമയത്ത് മുല്ലപ്പെരിയാർ സമരം കത്തി നിന്ന സമയത്ത് തമിഴ്നാട്ടിലെ ആൾക്കാരെ കേരളത്തിൽ സംരക്ഷിക്കുകയും കേരളത്തിലെ ആൾക്കാരുടെ ഹോട്ടലടക്കം തമിഴ്നാട്ടിൽ അടിച്ചു തകർക്കുകയുണ്ടായ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും മറന്നു തുടങ്ങി. ഇപ്പം മുല്ലപ്പെരിയാർ തന്നെ മറന്നു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം പാതിരാത്രി വയനാട് പോലെ ഉണ്ടായ ദുരിതങ്ങൾ, എന്ന് വെച്ചാൽ ദുരന്തങ്ങൾ, വലിയ ദുരന്തങ്ങളാണ് ഇതൊക്കെ. ഈ വയനാട് പോലെ ഉണ്ടായതൊക്കെ ചെറിയ സാമ്പിളുകൾ മാത്രമാണ്. അതിനോ എത്രയോ മടങ്ങാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് ഈ ജലബോംബ് പൊട്ടുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരുപാട് പേരുടെ ജീവനും ഒരുപാട് പേരുടെ സ്വത്തും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ ബലി അർപ്പിക്കേണ്ടി വരും. അപ്പം അതുണ്ടാവാതിരിക്കാനായിട്ട് ഈ ചർച്ചകൾ മാത്രമല്ലാതെ അതിന് പ്രാരംഭ നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിക്കൊണ്ട് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ അവിടെ ഡാം പണിയാൻ
അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഇത് പണിയാനുള്ള തറക്കല്ലിടുകയും അങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏത് നേതാക്കളാണെങ്കിലും ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എത്രയും എന്ന് വെച്ചാൽ ഡാം ഓരോ ദിവസവും ചെല്ലും തോറും പുതിയതാകുകയല്ല പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും 125 വർഷത്തിൽ അധികം പഴക്കം വന്നിട്ടുണ്ട്. ഡാമിന് അത്രയും ചെളിയുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ചെളി നീക്കം ചെയ്യാനെങ്കിലും എന്ന് വെച്ചാൽ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള മാർഗ്ഗമെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ആവശ്യപ്രകാരം കൃത്യമായ രീതിയിൽ ജലം കൊടുക്കാമെന്നും ഡാം അവർ പറയുന്നിടത്ത് നിർമ്മിക്കാമെന്നും എടുത്തെങ്കിൽ അതിന് ഇവരെല്ലാം കൂടെ മീറ്റ് ചെയ്ത സമയത്തൊരു കേന്ദ്രത്തിൽ ഒരു ചർച്ച വെച്ച സമയത്ത് പറഞ്ഞതല്ലാതെ ഇതിനുവേണ്ടി സമ്മർദ്ദം വീണ്ടും ചെലുത്തണമെന്നാണ് എൻ്റെ ആവശ്യം. കാരണം നമ്മളടങ്ങുന്ന എന്ന് വെച്ചാൽ കേരള സമൂഹം അടങ്ങുന്ന ഒരു പകുതിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. കാരണം ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ പോലും തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ KSEBിക്ക് ഏറ്റവും കൂടുതൽ വരുമാനമാർഗ്ഗം വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇതെല്ലാം നശിച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും പേര് മരിച്ചു അല്ലെങ്കിൽ കേരളം ഇരുട്ടിലായി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇടുക്കി മുല്ലപ്പെരിയാറിലെ ജലം കൂടുതലായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കൊടുത്തുകൊണ്ട് അതിന് വേണ്ട ഡാം പണിയണം എന്ന് വെറും ഒരു ചർച്ചയല്ലാതെ ജനപ്രക്ഷോഭത്തോടെ ജനങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാവരുടെയും ഇതും കൂട്ടിക്കൊണ്ട് തമിഴ്നാട്ടിലുള്ളവരുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് നമുക്ക് പുതിയ ഡാം എന്ന സ്വപ്നം അത് സ്വപ്നമായിട്ട് തീരാതെ അല്ല ഈ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നീണ്ടുപോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഭരണാധികാരികൾക്ക് ഓരോ ദിവസവും നീട്ടി കിട്ടുകയും ചെയ്യും. ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡാം പണിയാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ തീരുമാനിച്ചാലേ ഒരു 2030 അല്ലെങ്കിൽ 35 ഒരു 40 ആകുമ്പോഴത്തേക്ക് ഒരു ഡാം എന്ന സ്വപ്നം നമുക്ക് നിറവേറ്റാൻ പറ്റുള്ളൂ. അതേസമയം ഇങ്ങനെ ചർച്ച ചെയ്തിരുന്ന വീണ്ടും ഓരോ ദിവസവും നീണ്ടുപോയി അതൊരു 2030 തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പം ഡാം പണിയേണ്ട ആവശ്യം വരില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളെ ഇലക്ഷന് വരുമ്പോഴും അല്ലെങ്കിൽ ഈ ഡാമെന്ന പ്രശ്നം വരുമ്പോഴും പ്രളയം വരുമ്പോഴും പറയുന്ന ഡാം വേണമെന്ന ആവശ്യമല്ലാതെ എല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടെ നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ്. ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് പുതിയ ഡാം എന്ന് നേടിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് പറയാനുള്ളത് ഇതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ ഈ ഡാമിൽ ജീവൻ പോകും നമുക്കൊരു പ്രശ്നവും ഇല്ലെന്നോർത്ത് കേരളത്തിലെ 14 ജില്ലകളുടെ ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കേരളത്തിലെ 14 ജില്ലകളുടെ ആൾക്കാർ ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ എന്ന സ്വപ്നം നമുക്ക് വരൂ. കാരണം നമ്മളെ വോട്ട് കൊടുത്ത് നമ്മൾ വിടുന്ന നേതാക്കന്മാർ നമ്മൾ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അത് ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും അങ്ങനെയാണ്. സത്യവാദി വാചകം ചൊല്ലുന്ന അവരങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പെരിയാർ എന്താ മരിച്ചു കഴിഞ്ഞാൽ ജീവൻ എന്താ വില ഇതൊന്നുമല്ല. അതേസമയം നമ്മൾ കരുതേണ്ട ഒരു കാര്യം ഓരോ ആന കുത്തി മരിച്ചാലും അല്ലെങ്കിൽ ഓരോ ആൾ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചാലും നമ്മളുടെയൊക്കെ മൃതശരീരം കൊണ്ട് പ്രതിഷേധം ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അതിനെന്തെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുക, അതിനൊരു നഷ്ടപരിഹാരം കിട്ടുന്നത്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ അനാദാരമാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി ഒരു ജീവിതമാർഗ്ഗവും ഇല്ലാത്ത ഒരുപാട് പേരുള്ള നാട് കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ആഘാതം കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാർ എന്ന ഡാമിനെ പറ്റി നമുക്ക് വിശദമായ പഠനം കഴിഞ്ഞതാണ്. ഓൾറെഡി വിശദമായ പഠനം കഴിഞ്ഞതാണ്. അത് ഹൈക്കോടതി അറിയിച്ചതാണ്. പിന്നെ നമ്മുടെ ഹൈക്കോടതി വെക്കുന്ന വക്കീലന്മാരുടെ കഴിവുകേടായിരിക്കാം, ഇല്ലേ വക്കീലന്മാർക്ക് അറിയത്തില്ലാത്ത കൊണ്ടായിരിക്കാം. ഡാമിൻ്റെ പല എഞ്ചിനീയർമാരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ മുല്ലപ്പെരിയാർ കേസിൽ നമ്മൾ തോറ്റു പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൃത്യമായ എവിഡൻസ് നമ്മുടെ വക്കീലന്മാർക്ക് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ അവർക്കും തമിഴ്നാട്ടിൽ സ്ഥലങ്ങൾ കാണും. കാരണം ഇവിടെയുള്ള വലിയ നേതാക്കന്മാർക്കെല്ലാം തമിഴ്നാട്ടിൽ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് പറഞ്ഞതാണ്. ഞാൻ രേഖകൾ പുറത്തു വിടാം എന്ന് ആ വ്യക്തി നല്ല തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറഞ്ഞ വ്യക്തിയാണ്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ജനത്തിൻ്റെ ജീവൻ വെച്ചല്ല ഇപ്പോഴും ഓരോ സാധനങ്ങളും കല്ലും മണ്ണും കാര്യങ്ങളും ഒന്നും തമിഴ്നാട് ഇങ്ങോട്ട് വിട്ടു തരുന്നില്ല. അവരുടെ വണ്ടി നമ്മൾ ഇവിടെ തടയുന്നുമില്ല. പക്ഷെ നമ്മുടെ വണ്ടി അവിടെ തടയുന്നു. ഒരുപാട് പൈസ മേടിക്കുന്നുണ്ട്. ഓഫീസർമാരൊക്കെ അവിടെ പൈസ മേടിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും എത്ര തൂക്കം വെയിറ്റ് നോക്കി തന്നെ പൈസ മേടിക്കുന്ന റിപ്പോർട്ടുകൾ ഇതുപോലെ പല ന്യൂസുകളും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും ആനുകൂല്യമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളവും അതിനെന്തെങ്കിലും നടപടി എടുക്കാത്തക്ക രീതിയിൽ നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഡാം എന്നത് ഈ ചർച്ചയിലല്ലാതെ ഡാം വേണം. അത് ഉറപ്പായിട്ടും വേണം. കാരണം ഒരുപാട് പേരുടെ ജീവനും സ്വത്തിനും വിലയുള്ളതാണ്. കാരണം ജീവനാണ് ഏറ്റവും വലിയ വില. അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല. അതുകൊണ്ട് ഡാം എന്നത് സ്വപ്നമല്ല. ഡാം എന്നത് കേരളത്തിന് വേണ്ട അനിവാര്യമായ ആവശ്യം തന്നെയാണ്.
അത് തന്നെ ഒരു പിന്മാറ്റം ഉണ്ടാവാതെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ എല്ലാവരും ഒത്തൊരുമിച്ച് കേരള സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി വരണം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര, അന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ കത്തി നിന്ന സമയത്ത് ഭയങ്കരമായിട്ട് കയറി വന്ന ഒരു പള്ളിയിലച്ഛൻ്റെ കയറോപ്പിൽ കയറി വന്നതാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇപ്പോൾ ആ സംരക്ഷണ സമിതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ജോയ്സ് ജോർജ് ഉണ്ട് എന്നെനിക്കറിയാം. ജോയ്സ് ജോർജാണ് അന്ന് MP ആയിട്ട് കേന്ദ്രത്തിലോട്ട് പോവുകയൊക്കെ ചെയ്ത ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ വ്യക്തി അവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ആ വ്യക്തിയും ഒന്നും നടത്തി തന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടന ആവശ്യമാണ് 70% വൈദ്യുതി ഉപയോഗിക്കുന്ന ഇടുക്കി ഡാം തന്നെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ. കാരണം വലിയൊരു അപകടം വന്നതിന് ശേഷം നമ്മൾ കിടന്ന് ഹോരെ ചർച്ച ചെയ്തിട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണമായിരുന്നു പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. വരാനുള്ള അപകടം മുൻകൂട്ടി കാണുന്ന അപകടമാണ് ഈ ഡാം. പല രാജ്യത്തെ ഡാമുകൾ പൊട്ടിയ കാര്യം, അല്ലെങ്കിൽ പല രാജ്യത്തെ ഡാമുകളുടെ ഷട്ടർ തകർന്ന കാര്യം നമ്മൾ ന്യൂസുകളിൽ കാണുമ്പോൾ അത് വൻ പ്രളയമായി കാണുകയും വലിയ കർത്തമായി മാറുകയും ചെയ്യുന്നത് നമ്മൾ അറിയുന്നതാണ്. അപ്പം ഇതൊരു ചെറിയ സ്ഥിതിയാണ്. കാരണം ഒരു 7 സംതിങ് വരുന്ന ഒരു ഭൂകമ്പം നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ അവിടെ ഉണ്ടായാൽ പോലും ഡാം ഭീഷണിയിൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അത് എല്ലാ ചാനലുകാരും എല്ലാവരും പുറത്ത് വിട്ട റിപ്പോർട്ടുകൾ തന്നെയാണ്, അല്ല ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല. അത്രയും ചെറിയൊരു ഭൂകമ്പത്തിനെ പോലും അതിജീവിക്കാൻ പറ്റാതെ നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാട് കിടക്കുന്നവർ തൊട്ട് അതിൻ്റെ താഴോട്ടുള്ളവർക്കെല്ലാം ഭീതി തന്നെയാണ്. കാരണം ഞങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, അല്ല ഏത് നിമിഷമാണ് ഞങ്ങളുടെ മേളിൽ വന്ന് പതിക്കുന്നത് എന്നുള്ള ഭീഷണി തന്നെയാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് നിൽക്കാനുള്ള സമയം ഇനി വളരെ ചുരുക്കമുള്ളൂ, സമയമില്ല. എത്രയും പെട്ടെന്ന് വേണ്ട തീരുമാനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ അനുകൂലമായ നമ്മുടെ മന്ത്രിമാരിൽ നിന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് ജനങ്ങളുടെ സ്വത്തും ജീവനും കൂടി സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നേതാക്കളുടെ ഔദാര്യപ്രകാരം ചർച്ച ചെയ്ത് അത് നടത്തി തരേണ്ടതോ ക്യാബിനറ്റ് ബില്ല് പാസ്സാക്കി തരേണ്ടതോ സംഭവമല്ല. ഇത് ജനങ്ങൾക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നടത്തി കൊടുക്കേണ്ട, ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം. അത് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക തന്നെ വേണം. കാരണം ഞാൻ ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നത് അത് അത്യാവശ്യമുള്ള കാര്യം തന്നെ.